ഇന്ന് എന്നാത്തിന് ഇറങ്ങിയതാണല്ലേ. ഇന്ന് സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാ. സ്പെഷ്യൽ കട്ട്ലേറ്റ്. ആരെങ്കിലും വയലറ്റ് കളറിലുള്ള കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ എനിക്കൊന്നും വേറെ ആരും ചെയ്തിട്ടില്ല. അത് നമ്മളായിരിക്കും ആദ്യം ചെയ്തതൊന്നും അറിയത്തില്ല കേട്ടോ. മറ്റേ കാച്ചിലും കൊണ്ട് ആരെങ്കിലും കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല വയലറ്റ് കാച്ചിലും കൊണ്ട് നല്ല വെറൈറ്റിയാ, അടിപൊളി സാധന. ആരൊക്കെയോ വയലറ്റ് കാച്ചിൽ എവിടെയും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞത്. ഇവിടങ്ങളിലൊക്കെ ഉണ്ടെന്ന് എല്ലാ വീട്ടിൽ കൂടെ. കട്ടുറുമ്പ്, ആ പരട്ടക്കട്ടുറുമ്പ് കടിച്ചിട്ട് എൻ്റെ കയ്യിൻ്റെ ഇടപാട് തീർന്നു പോയി. ഉണ്ടോ നടക്കുന്നുണ്ടോ? അത് കടിച്ചാൽ ഭയങ്കര കട്ടുകഴപ്പാണ് കൈക്ക്. ഓടും, അതിനെ പിടിച്ച് ഞെക്കിക്കൊന്നാലോ? വേണ്ട, നമുക്ക് പോയിട്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിനെ കളർ കാണുമ്പോൾ തന്നെ എന്താ ഒരു രസല്ലേ. ഈ ഒരു കളറിലൊക്കെ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിച്ചാൽ നല്ല സെറ്റപ്പ് ആയിരിക്കും. പിള്ളേരൊക്കെ ആണല്ലോ അറിയാതെ കഴിച്ചു പോകും. നല്ല സുഖം. ഇങ്ങനെ ബീട്രൂട്ടിന്റെ ഒക്കെ കളർ മാതിരി. നമുക്കിതൊന്ന് ചെത്തിയെടുക്കാം. കട്ട്ലറ്റ് പിന്നെ എങ്ങനെ കട്ട്ലറ്റ് ആക്കിയാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ പള്ളിക്കൂടം വിട്ട് വരുമ്പോഴത്തേക്കും കട്ട്ലറ്റ് നല്ല സെറ്റ്, നല്ല കളർഫുൾ കട്ട്ലറ്റ് ഒക്കെ ആകുമ്പോ പിള്ളേർ നല്ല തട്ടിക്കോളും. ശരിക്കും ഇച്ചിരി നല്ല നമ്മൾ ഇടുന്ന പൊടി അനുസരിച്ചിരിക്കും. നല്ല ഇറച്ചിക്കറിയുടെ അതേ ഇറച്ചിക്കറിയുടെ എന്നൊക്കെ നമ്മുടെ ബീഫ് കട്ട്ലറ്റിന്റെ അതേ ടേസ്റ്റ് വരും കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുത്തോണ്ട് വരാം. അപ്പതേ നമ്മുടെ കാച്ചിൽ കണ്ടോ, നല്ല വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കാം. ഇത് കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല കളറും. അപ്പതേ ഞാൻ ഇതൊന്ന് തണുക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ആക്കിയതുള്ളൂ കേട്ടോ. അപ്പത്തേക്കും നല്ല പേസ്റ്റ് പോലെയായി. ഇനി ഇത് അരക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല നൂറുള്ള കാച്ചിലായത് കൊണ്ട് നല്ല പൊടിഞ്ഞു പൊടിഞ്ഞങ്ങ് വന്നു കേട്ടോ. അപ്പൊ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. ഇത് കണ്ടോ, ഞാൻ ഇച്ചിരി 2 സവാളയും ഇച്ചിരി ഇഞ്ചി ഇച്ചിരി പച്ചമുളകും എടുത്തിട്ടുണ്ട്. അവിടുന്ന് 2 കരിയാപ്പിലയും കൂടെ പറിക്കട്ടെ. ഇനി നമുക്ക് ലേശം എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. എന്നാലേ കട്ട്ലേറ്റിന് കൂടുതൽ ടേസ്റ്റ് വരും. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പിന്നെന്താ പച്ചമുളക് കുരുകുര അരിഞ്ഞത്, പിന്നെ 2 ആണ്ട കരിയാപ്പില അങ്ങനെ തന്നെ ചാടിപ്പോയി. കരിയാപ്പിലയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കാച്ചില് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉള്ളിക്കകത്തേക്ക് വേണ്ട ലേശം ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പത്തേ ഇതൊന്ന് വാടി വരുന്നുണ്ട്. അപ്പത്തേക്ക് നമുക്കിനി അതിനകത്തേക്ക് ചേർക്കാനുള്ള സാധാരണ സാധനങ്ങളൊക്കെ കേട്ടോ. ഇച്ചിരി കാശ്മീരി മുളക് പൊടി, ഇച്ചിരി പെരുംജീരകം, ഒരു ശകലം മഞ്ഞപ്പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്കകത്തോട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. ആ ഗരം മസാലയും എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു ഫ്ലേവറും വരും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് നന്നായിട്ട് വയലറ്റ് കളർ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാം. ഞാൻ ഈ കാശ്മീരി മുളക് കൂടി ചേർത്തേം കൊണ്ടാട്ടോ അത്ര കളറില്ലാത്ത മറ്റേ ആ വയലറ്റ് കളറ്. പച്ചമുളക് മാത്രം കീറിയിട്ടാൽ പിള്ളേരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നല്ല വയലറ്റ് കളറായിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പിന്നെ നിങ്ങളിപ്പോൾ ഏതായാലും ഉണ്ടാക്കുമായത് കാരണം കാണിച്ചതേ ഉള്ളൂ. നമുക്കൊരു ഇച്ചിരി ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് പൊടിച്ചതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാം. നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റണമല്ലോ. കട്ട്ലറ്റൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഇവിടെ നീ എന്താണെന്ന് പാരലും ചോദിക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയോ ഉരുട്ടിയോ എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഹാർട്ട് ഷേപ്പിലാട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നേ. ക്യാമറമാൻ ആർക്കണ്ടൊക്കെ കൊടുക്കാൻ വെച്ചേക്കുന്നതാ പറഞ്ഞേ. ഹാർട്ട്, അവൻ്റെ ഹാർട്ട് അടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ലൈഫ് ടൈം ആയിട്ട് ആ ഹാർട്ട് അവിടെ ഇരിക്കുമല്ലോ. ഇതൊക്കെയാണ് പറയുന്നത് പാവച്ചക്കൻ. അപ്പൊ ഇത് കുഞ്ഞാന് കഴിക്കാനുള്ള കേട്ടോ. ചിന്നുവിന് സമയമായില്ല, അതുകൊണ്ടാ. ഇനി നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. അത് ഇച്ചിരി റസ്ക് പൊടിച്ചതും ഇത് ഇച്ചിരി മുട്ട ഉടച്ചു വെച്ചേക്കുന്ന. മുട്ടയ്ക്കകത്ത് മുക്കുക, റസ്ക് പൊടിയിൽ മുക്കുക, വേഗം അടുപ്പയിൽ വെക്കുക, തിരിച്ച് മറിച്ച് വിട്ട് എടുക്കുക. പരിപാടി കഴിഞ്ഞു കേട്ടോ. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. നമ്മൾ മുട്ടയിൽ മുക്കുക. ഈ പണി മാത്രം എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞാൽ. എന്നിട്ട് നമ്മൾ
ബ്രെഡിൽ മുക്കുക. ഇതിനകത്തൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ ആവുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക്. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് എടുക്കാം. ഉള്ളൊക്കെ വെന്തായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. നമ്മുടെ നല്ല അടിപൊളി കട്ട്ലേറ്റ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ഈ കാച്ചിൽ കട്ട്ലേറ്റ്. അപ്പം ദേ വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്കുള്ള സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഇങ്ങ് പൊളിക്കുക. ബീഫൊക്കെ കുറച്ച് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ കട്ട്ലറ്റ്. വെജിറ്റേറിയൻസിന് എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നൊരു കട്ട്ലറ്റ്. ആ മുട്ട കൂട്ടില്ലാത്തവരാണെങ്കിൽ പകരം കോൺഫ്ലവർ കലക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയാൽ മതി. അപ്പൊ പിന്നെ മുട്ടയും കൂടെ ഒഴിവാക്കാലോ. നല്ല ഇന്നലെ നമ്മുടെ കാച്ചിൽ കുറച്ച് കടന്നൽ കുത്തിയ, അല്ല കടന്നലെന്നും പോട്ടെ, കടന്നലിന്റെ ഓർമ്മ അന്ന് കുത്തിയായിരുന്നു. കട്ടുറുമ്പ് മൊത്തത്തിൽ കടിച്ച് ഇരുന്നതിന്റെ വിഷമമൊക്കെ ഏതായാലും കട്ട്ലറ്റ് ഉണ്ടാക്കി അങ്ങ് തീർത്തു. നല്ല സൂപ്പർ 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 വയലറ്റ് കട്ട്ലറ്റ്. അപ്പൊ വെറൈറ്റി വേണം അനിമേ, വെറൈറ്റി വേണം അനിമേ എന്നൊക്കെ പറയുന്നവർക്ക് ഉള്ള വെറൈറ്റിയാണ് കാച്ചിൽ കട്ട്ലറ്റ്. നമ്മൾ ഒരു പ്രാവശ്യം പണ്ട് ചെയ്തതാ, എന്നാലും ഞാൻ അന്നാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ചെയ്താട്ടോ. ഏതായാലും പിള്ളേർക്ക് ഉണ്ടാക്കണം. ഇനി കുറച്ച് കെച്ചപ്പ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ലേശ കെമിക്കലിന് കുറവുള്ള സാധനം ഇരിപ്പുണ്ട്. അതുകൊണ്ട് അതും കൂടെ പോയിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.